ദൈവതിരുനാമത്തെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ഈ അനുഗ്രഹീതമായ സന്ധ്യാസമയം ഇവിടെ നമുക്കൊരുമിച്ച് പതിവ് പോലെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ദൈവം നമുക്ക് അവസരങ്ങളെ നൽകി. നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ അവിടെവിടങ്ങളിലായിട്ട് കർത്താവ് സൂക്ഷിക്കുന്നു. ശാരീരികവും സാമ്പത്തികവും ഒക്കെയായ അവസ്ഥകൾ എന്തായിരുന്നാലും വിശ്വാസത്തിൽ സമ്പന്നരായി നിലനിൽക്കുവാൻ ദൈവം നമുക്കെല്ലാവർക്കും കൃപ ചെയ്യട്ടെ. ദൈവിക വിഷയത്തിൽ ആരോഗ്യമുള്ളവരും ധനികന്മാരുമായിരിക്കേണ്ടതിന്, ഔദാര്യത്തിൽ അല്ലെങ്കിൽ സഹായം ചെയ്യുന്നതിൽ നാം പിശുക്ക് കാണിക്കാത്തവരാകേണ്ടതിന് ഒക്കെ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പ്രിയപ്പെട്ടവരെ യാത്ര ചെയ്യുന്നവരുണ്ട്, യാത്ര തുടങ്ങുന്നവരുണ്ട്. അവരെയും ഒക്കെ കർത്താവ് സൂക്ഷിക്കുമാറാകട്ടെ. നാം ഒരുമിച്ച് ചിന്തിച്ചു വരുന്ന ദൈവവചന ചിന്തകൾ വെളിപ്പാട് പുസ്തകത്തിലെ പൂർണ്ണതകളുടെ 2 അധ്യായങ്ങളായ ഒടുവിലത്തെ 21, 22 അധ്യായങ്ങളാണല്ലോ. സ്തോത്രം. സകല ദൈവമക്കളും വിശുദ്ധന്മാരും കാത്തിരിക്കുന്ന ആ പ്രത്യേക അനുഭവങ്ങളെക്കുറിച്ചാണ് നമുക്ക് ഈ അധ്യായങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. The chapters of consummations. പ്രത്യാശ പൂർണ്ണമാകുന്ന, വിശ്വാസം പൂർണ്ണമാകുന്ന, ഇനിയും വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും ആവശ്യം ഇല്ലാതെയാകുന്ന അധ്യായങ്ങൾ. അതുകൊണ്ട് തന്നെ നിത്യമായ സ്നേഹം തുടങ്ങുന്നതെന്ന് പറഞ്ഞാലും തെറ്റില്ല. ആരംഭിക്കുന്ന, തുടങ്ങുന്ന സ്ഥലം. സ്തോത്രം. കൂടുതൽ യുക്തം തുടരുന്നത് എന്നുള്ളതായിരിക്കും. നമുക്കിന്ന് വലിയ പ്രത്യാശയുണ്ട്, വിശ്വാസമുണ്ട്. എന്നാൽ പൗലോസ് സ്നേഹത്തിന്റെ അധ്യായത്തിൽ 1 കൊരിന്ത്യർ 13 പറയുന്നത് പോലെ അവയെല്ലാം പൂർത്തീകരിക്കപ്പെടുകയാണ് ഇവിടെ. സ്തോത്രം. നാം ഇതുവരെ കണ്ടിട്ടില്ലാത്തവനെ നമ്മൾ താൻ ഇരിക്കുന്നത് പോലെ കാണുന്നു. ദൈവസഭ ഈ സന്ദർഭത്തിന് മുമ്പ് തന്നെ കർത്താവിനെ കണ്ടു, കാണും. എന്നാൽ മൊത്തം മനുഷ്യരോടുള്ള ബന്ധത്തിലാണ്. ഈവൻ സഹസ്രാബ്ദ കാല വിശുദ്ധന്മാരോടും കൂടെയുള്ള ബന്ധത്തിലാണ് ഞാനത് പറയുന്നത്. അതുകൊണ്ട് എക്കാലത്തുമുള്ള വിശുദ്ധന്മാരെ ഈ കൂട്ടത്തിൽ നമുക്ക് കൂട്ടാൻ പറ്റുന്നത് ആ വിശുദ്ധന്മാരുടെ ഒരു കണക്ക് പറഞ്ഞാൽ, മരണം കാണാതെ എടുക്കപ്പെട്ട ഹാനോക്ക് മുതൽ സഹസ്രാബ്ദ കാലത്ത് ജീവപുസ്തകത്തിൽ പേരുള്ള ആളായിട്ട് മരിച്ച ഏറ്റവും ഒടുവിലത്തെ ആൾ വരെ ഉള്ള സകല വിശുദ്ധന്മാരെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത്. കാത്തിരുന്ന, പ്രത്യാശിക്കുന്ന ആ സുദിനം, ആ അനുഭവം എത്തിച്ചേരുന്ന, ആ അനുഭവത്തിൽ എത്തിച്ചേരുന്ന കാര്യമാണ് ഈ 2 അധ്യായങ്ങളിൽ. ആ പറഞ്ഞതിൽ ആശയക്കുഴപ്പമില്ലല്ലോ ആർക്കും? മരണം കാണാതെ എടുക്കപ്പെട്ട ഹാനോക്ക് മുതൽ എന്ന് പറഞ്ഞതിൽ
അതിനു മുമ്പ് മരിച്ച വിശുദ്ധൻ ആദ്യത്തെ വിശ്വാസി ഹാബേലാണ്. എന്നാൽ ഹാബേൽ തുടങ്ങിയുള്ള മരിച്ചവർക്കൊക്കെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് വേണ്ടി വരുന്നു. എന്നാൽ കർത്താവിനെ കാണാനായിട്ട്, നേരിട്ട് കാണാനായിട്ട്, കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് നേരിട്ട് പ്രവേശിപ്പാനായിട്ട് ഭാഗ്യം ലഭിച്ച ആദ്യത്തെ ആളെന്ന നിലയിലാണ് ഞാൻ ഹാനോക്കിനെ ഇവിടെ എടുത്തു പറഞ്ഞത്. അപ്പോൾ സകല വിശുദ്ധന്മാരും കർത്താവിനെ കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ആ ഭക്തൻ പാടിയത്, ഏറെ നാളായി കൺമാനാശയായി കാത്തിരുന്ന എൻ്റെ പ്രിയനെ. സ്തോത്രം. നമ്മുടെയും പ്രത്യാശ അതാകട്ടെ, കർത്താവിനെ ഒന്ന് കാണുവാൻ. പല പ്രാവശ്യം ഇടയ്ക്കും ചോദിച്ചോട്ടെ. അപ്പൊ ഈ ഈ ഹാബേല് ശേഷം ഹാനോക്ക് ജീവനോടെ എടുക്കപ്പെട്ടെന്നാണല്ലോ പറയുന്നത്. അപ്പൊ അദ്ദേഹം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടപ്പോൾ രൂപാന്തരം പ്രാപിച്ചായിരിക്കും എടുക്കപ്പെട്ടെന്ന് നമുക്ക് വിചാരിക്കാം, അല്ലേ? തീർച്ചയായിട്ടും. അല്ലാതെ അങ്ങോട്ട് പോകാൻ പറ്റുകയില്ലല്ലോ. അത് തന്നെ ആയിരിക്കുമല്ലോ ഏലിയാവിന്റെ സ്ഥിതിയും. അതെ. അവർ രണ്ടുപേരും രൂപാന്തരപ്പെട്ടേ ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെടാൻ കഴിയും. മറ്റാരെല്ലാം എടുക്കപ്പെട്ടാലും അവർക്കെല്ലാം അങ്ങനെയേ സാധ്യമാകുള്ളൂ. അതുകൊണ്ടായിരിക്കുമോ ജലരക്തങ്ങൾക്ക് ദൈവരാജ്യം അവകാശമാക്കാൻ? അതെ. മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യം അവകാശമാക്കാൻ കഴിയില്ലെന്ന് പൗലോസ് 1 കൊരിന്ത്യർ 15 അതുകൊണ്ടാണ് പറഞ്ഞത്. നമ്മുടെയും മരണവും ഉയർപ്പും രൂപാന്തരവുമൊക്കെ അതുകൊണ്ട് തന്നെയാണല്ലോ നടക്കുന്നത്, നടക്കേണ്ടതും. അപ്പോൾ ഏത് കാലത്തും ജീവിച്ചിരുന്ന ഭക്തന്മാരുടെ പ്രത്യാശയാണ് കർത്താവിനെ ഒന്ന് കാണുക എന്നുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് നാം ഇങ്ങനെ വെർച്വലി കൂടി വരുന്നു. ചിലരുടെ ഒന്നും മുഖം ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. എല്ലാവരും ഒന്നും കണ്ടിട്ടില്ലാത്ത പലരും ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ. ഇടയ്ക്കൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിലരൊക്കെ തമ്മിൽ ചിലയിടത്തൊക്കെ വെച്ച് കണ്ടുമുട്ടിയത് നമുക്കറിയാം. എന്തൊരു സന്തോഷമായിരുന്നു. ഇടയ്ക്കൊക്കെ നടക്കാത്ത കാര്യമാണെന്ന് തോന്നിയാലും നമ്മൾ പലരും അഭിപ്രായപ്പെടാറുണ്ട്, എല്ലാവർക്കും കൂടെ എവിടെയെങ്കിലും ഒന്ന് ഒരുമിച്ച് കൂടിയാലോ, ഒന്ന് ഒരുമിച്ച് കണ്ടാലോ എന്നൊക്കെ. എനിക്കും ആഗ്രഹമുണ്ട്. കഴിയുമായിരുന്നെങ്കിൽ നമുക്കൊരു ഫിസിക്കൽ മീറ്റിംഗ് ഒരു ദിവസം എവിടെയെങ്കിലും വെച്ച് എല്ലാവരും കൂടെ കൂടാമായിരുന്നു എന്നൊക്കെ. പക്ഷേ പല ഭൂഖണ്ഡങ്ങളിൽ ചിതറിപ്പാർക്കുന്ന നമുക്ക് അത് ഇപ്പോഴത്തെ നിലയിൽ സാധ്യമായ കാര്യമല്ല. എന്നാലും നമ്മുടെ അകത്തൊരു ആഗ്രഹം, ഒരു വാഞ്ച, തമ്മിൽ കാണാൻ. നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൽ കണ്ട് പരിചയമേ ഉള്ളൂ. ഒരുമിച്ച് ഇതുപോലെ ഒരു മണിക്കൂർ ചില്ലറ ഒന്ന് ചിലവഴിച്ച പരിചയം മാത്രമേ ഉള്ളൂ. എന്നിട്ടുകൂടെ ഒരു സാഹോദര്യ ബന്ധം, ഒരു കുടുംബത്തിലെ അംഗങ്ങളാണെന്നുള്ള ഒരു തോന്നൽ നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടാകുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിനേക്കാളൊക്കെ എത്രയോ അധികം നമ്മുടെ കർത്താവിനെ കാണാനായിട്ട് നമ്മുടെ ഹൃദയം വെമ്പൽ കൊള്ളണം. സ്തോത്രം. പക്ഷെ ഹാബേൽ മുതൽ ഉള്ളതെന്ന് പറയാത്ത എന്താണെന്ന് എനിക്കത്. മരിച്ചതേ ഉള്ളൂ, ശരീരം ഇവിടെ കിടക്കുന്നതേ ഉള്ളൂ.
ഉയർത്തിട്ടില്ല. കർത്താവിനെ നേരിട്ട് കണ്ട ആദ്യത്തെ ആള്, അല്ലെങ്കിൽ ദൈവസന്നിധിയിലേക്ക് നേരിട്ട് എടുക്കപ്പെട്ട ആദ്യത്തെ ആള് ഹാനോക്ക്. ഹാനോക്കാണ്. ഹാനോക്ക് മുതൽ ഇങ്ങോട്ടുള്ള വിശുദ്ധന്മാരെന്ന് പറയുമ്പോൾ ബാക്കി ഹാനോക്കിനെ പോലെ ഉള്ളവര് എന്നാണ് അർത്ഥമാക്കിയത്. ഓക്കെ. കേവലം മനുഷ്യ വിശുദ്ധന്മാർ എന്ന അർത്ഥത്തിലായിരുന്നെങ്കിൽ ഹാബേൽ മുതലെന്ന് പറഞ്ഞേനെ. ഓക്കെ. എന്നാൽ രൂപാന്തരപ്പെട്ടവരോ അല്ലെങ്കിൽ ഉയർത്തെഴുന്നേറ്റവരോ ആയ വിശുദ്ധന്മാർ എന്ന അർത്ഥമാണ് നമ്മൾ ഇവിടെ കൈക്കൊണ്ടതെന്നതുകൊണ്ടാണ് ഹാബേലിന് പകരം ഹാനോക്കിനെ എടുത്തത്. ഓക്കെ. അപ്പൊ നമ്മുടെ അകത്തേറിയ വാഞ്ച, താല്പര്യം നമ്മുടെ കർത്താവിനെ കാണുവാൻ വേണ്ടിയായിരിക്കണം. സ്തോത്രം. ആ പ്രത്യാശ പൂർത്തീകരിക്കപ്പെടുന്നതാണ് നമുക്ക് ഈ അധ്യായങ്ങളിൽ കാണുവാൻ സാധിക്കുക. ഈ അധ്യായങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ ദൈവസഭ നമ്മുടെ കർത്താവിനെ നേരിട്ട് കാണുന്നുണ്ട്. കർത്താവ് ഇരിക്കുന്നത് പോലെ കർത്താവിനെ കാണുന്നുണ്ട്. നാം കർത്താവിനോട് സദൃശന്മാരായിട്ട് തീരുന്നുമുണ്ട്. എന്നാൽ ദൈവസഭയുടെ എടുക്കപ്പെടലിന് ശേഷവും ആ അനുഭവത്തിലേക്ക് എത്താത്ത പലരും എത്തുന്നത് ഈ നിത്യതയുടെ തുടക്കത്തോടുകൂടെ ആയിരിക്കും എന്നാണ് നാം കാണുന്നത്. ഇന്നലെ നമ്മൾ കണ്ടതുപോലെ ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം. അപ്പോൾ ദൈവവും മനുഷ്യനും ഒരുമിച്ച് പാർക്കുന്ന ആ ഒരു അനുഭവം ഭാഗികമായി മാത്രമായിരുന്നു എന്ന് നാം ഇന്നലെ കണ്ടു. എന്നാൽ ഇപ്പോൾ ഇവിടെ ഈ പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരത്തിൽ അതിൻ്റെ പരമകാഷ്ഠയിലെത്തുകയാണ്, ക്ലൈമാക്സിലെത്തുകയാണ്. കർത്താവ് മനുഷ്യരോട് കൂടെ വസിക്കുന്നു. അവിടെ തിയോഫനീസ്, ദൈവിക പ്രത്യക്ഷതകളല്ല, ക്രിസ്റ്റോഫനീസ്, ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതകളല്ല, വെറും ഒരു ആത്മീയ സാന്നിധ്യമല്ല. സ്തോത്രം. ക്രിസ്തുവിനെ മാത്രം കാണാവുന്ന സഹസ്രാബ്ദ യുഗത്തിലെ അനുഭവം പോലുമല്ല. സാക്ഷാൽ ദൈവത്തെ നേരിട്ട് കാണുന്ന, ആ ദൈവം മനുഷ്യരോടുകൂടെ ഒരുമിച്ച് നിത്യകാലത്തേക്ക് വസിക്കുന്ന, അതിന് തുടക്കം കുറിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്കിവിടെ കാണുവാനുള്ളത്. വ്യക്തമായി കാണുമല്ലോ. അപ്പൊ നമ്മുടെ വാഞ്ച, നമ്മുടെ കൊതി അതിനു വേണ്ടിയായിരിക്കട്ടെ. ആ അർത്ഥത്തിലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഈ വിശുദ്ധ നഗരത്തെക്കുറിച്ച് നമ്മൾ കാണുവാനായിട്ട് ശ്രമിച്ചത്. ഈ വിശുദ്ധ നഗരത്തിൻ്റെ അവസ്ഥകൾ, അതിൽ ചിലത് നമ്മൾ കണ്ടു. ഇന്നലെ നാം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ നിന്നുകൊണ്ടായിരുന്നു ദൈവവും മനുഷ്യനും, മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം എന്ന ചിന്തകളെക്കുറിച്ച് പങ്കുവച്ചത്. അതിൽ എന്തെങ്കിലും സംശയങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ ചോദിച്ചാട്ടെ. സാധാരണമായ ക്രിസ്തീയ രക്ഷാശാസ്ത്രവുമായി ബന്ധപ്പെട്ടതുമായ കാര്യങ്ങൾ ഇന്നലെ നമ്മൾ പങ്കുവച്ചിരുന്നു. The very creational purpose of God is being fulfilled here in 21:3. 21:3 ദൈവ സൃഷ്ടിയുടെ ഉദ്ദേശം തന്നെ
പൂർത്തീകരിക്കപ്പെടുന്നതാണ് നാം കാണുന്നത്. ദൈവം നമ്മെ സൃഷ്ടിച്ചത് മറ്റൊന്നിനും വേണ്ടിയല്ല, ദൈവത്തോടൊപ്പമുള്ള നിത്യവാസത്തിന് വേണ്ടിയാണ്. അത് ഏദനിൽ പോലും പൂർണ്ണമാകുമായിരുന്നില്ല. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് കർത്താവ് ലോകസ്ഥാപനത്തിന് മുമ്പേ നമുക്ക് വേണ്ടി ആ കാര്യങ്ങൾ ക്രമീകരിച്ചത്. അതുകൊണ്ടാണ് വെളിപ്പാട് 13:8 യേശുക്രിസ്തുവിനെ ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട ദൈവകുഞ്ഞാട് എന്ന് വിളിച്ചിരിക്കുന്നത്. സൃഷ്ടിപ്പിന്റെ ഉദ്ദേശം ഇവിടെ പൂർത്തീകരിക്കപ്പെടുകയാണ്. God created man not for time but for eternity. ദൈവം മനുഷ്യനെ നിത്യതയ്ക്കായിട്ടാണ് സൃഷ്ടിച്ചത്, സമയത്തിനായിട്ടല്ല, കാലത്തിനായിട്ടല്ല. എന്നാൽ നമ്മുടെ നിവാസങ്ങൾക്ക് കാലങ്ങളും അതിരുകളും ഒക്കെ ദൈവം നിശ്ചയിച്ചു. അതിൻ്റെ ഉദ്ദേശവും നമ്മൾ കണ്ടിട്ടുണ്ട്. ഓർമ്മയുണ്ടാവുമല്ലോ. അപ്പോസ്തലപ്രവൃത്തികൾ 17:26 നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. ഭൂതലത്തിലെങ്കിലും എങ്ങും ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി. അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. അവർ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് വെച്ച് അവനെ അന്വേഷിക്കേണ്ടതിന്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് നിത്യതയ്ക്ക് വേണ്ടിയാണ്. പക്ഷേ ഇന്ന് നമ്മുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും വെച്ചിട്ടുണ്ട്. കാലം കൊണ്ട് അതിര് നിർണയിച്ചു എന്ന് പറഞ്ഞാലും തെറ്റില്ല. എന്തിനു വേണ്ടിയാ? ഈ കാലത്തിനകം നമ്മൾ ദൈവത്തെ തപ്പി നോക്കി അന്വേഷിച്ച് കണ്ടെത്തേണ്ടതിന് വേണ്ടി, ദൈവത്തെ തിരയുവാൻ, അന്വേഷിക്കുവാൻ, ദൈവത്തെ കണ്ടെത്താനുള്ള ഒരു ജാഗ്രത, ഒരു ജിജ്ഞാസ മനുഷ്യനിൽ ഉണ്ടാകുവാൻ, മനുഷ്യനിലെ ആ ഒരു പറയാറുണ്ടല്ലോ, എ ഗോഡ് ഷേപ്ഡ് വാക്യൂം ഇൻ മാൻ, ദൈവത്തിൻ്റെ ആകൃതിയിലുള്ള ഒരു ശൂന്യത മനുഷ്യനിലുണ്ടെന്ന്. ദൈവത്തിൻ്റെ ആകാരത്തിലുള്ള ഒരു ശൂന്യത, an emptiness, a God-shaped emptiness, a God-shaped vacuum in man. അത് വേറെ ഒന്നുകൊണ്ടും നിറയ്ക്കാൻ ഒക്കത്തില്ല. വേറെ ഒന്നുകൊണ്ടും നിറയ്ക്കാൻ ഒക്കത്തില്ല. നമ്മുടെ വീട്ടുപകരണങ്ങൾ, നമ്മുടെ വണ്ടി, നമ്മുടെ മറ്റു പല ഉപകരണങ്ങൾ, ചിലരൊക്കെ ചില സംഗതികളൊക്കെ അഴിക്കുകയാണെങ്കിൽ കുറെ നട്ടും ബോൾട്ടും ഒക്കെ അധികം വരും. എവിടെ ഫിറ്റ് ചെയ്യണമെന്ന് അറിയത്തില്ല. ചിലരാണെങ്കിൽ അതൊക്കെ കൂടെ എടുത്ത് എവിടെയെങ്കിലും കൂട്ടി വെച്ചേക്കും. ചിലരാണെങ്കിൽ ആരും കാണാതിരിക്കാൻ മാറ്റിക്കളെ. കാരണം അതാതിൻ്റെ സ്ഥാനത്ത് അത് ഇട്ടുകൊടുത്തെങ്കിലേ അവിടെ ഫിറ്റ് ആകത്തുള്ളൂ, അവിടെ അത് ശരിയായിട്ട് ഇരിക്കത്തുള്ളൂ, മുറുകത്തുള്ളൂ. അപ്പോൾ മനുഷ്യനിൽ ദൈവം ഒരു ശൂന്യത സൃഷ്ടിച്ചിട്ടുണ്ടത്രേ. ആ ശൂന്യതയുടെ ആകൃതി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആകൃതിയാണ്. ദൈവത്തിൻ്റെ ആകൃതി എന്താണെന്ന് ചോദിക്കരുത്. ദൈവത്തിന് അങ്ങനെയുള്ള ആകൃതിയൊന്നും ഇല്ലാത്തവനാണ്. എന്നാൽ ഈ പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. നമ്മിലുള്ള ശൂന്യത നികരണമെങ്കിൽ ദൈവം ആ സ്ഥാനത്ത് വരുന്നെങ്കിലേ പറ്റൂ. ദൈവത്തെ കൊണ്ടല്ലാതെ മനുഷ്യനിലെ ശൂന്യത നികത്താൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് പലരും പലതും ചെയ്തു നോക്കുന്നത്. ദൈവമക്കൾ എന്ന് പറയുന്നവരും ദൈവം ഉണ്ട് എന്ന് പ്രഖ്യാപിച്ചിട്ടും ദൈവത്തെ പ്രാപിച്ചുവെന്ന് പറഞ്ഞിട്ടും ഈ തൃപ്തികരമായ അനുഭവങ്ങളിൽ അല്ലാത്തവരുണ്ട്.
നാം യഥാർത്ഥമായും രക്ഷിക്കപ്പെട്ടാൽ, യഥാർത്ഥമായും നാം ദൈവത്തെ പ്രാപിച്ചാൽ നമുക്ക് വേറെ ഒന്നും വേണ്ട. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് ഇനി ഒരാവശ്യവും ഉണ്ടാവുകയില്ല, മുട്ടുണ്ടാവുകയില്ല. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട ഭക്തന്മാർ മനോരഞ്ജൻ, വിനോദത്തിന്, എന്റർടൈൻമെന്റിന് വേണ്ടി പോലും ലോകത്തിലെ കാര്യാദികളുടെ പുറകെ പോകാത്തത്. സ്തോത്രം. അവർക്കതിൻ്റെ ആവശ്യമില്ല. കാരണം ദൈവത്തെ കൊണ്ട് അവര് തൃപ്തരാണ്. അവര് തൃപ്തരാണ്. ഇന്ന് എൻ്റെ ഒരു സ്നേഹിതൻ ദൈവദാസനുമായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പം പറഞ്ഞു, എനിക്ക് പുറത്തുനിന്ന് വീട്ടിലെ ആഹാരമല്ലാതെ ഹോട്ടലുകളിൽ നിന്നോ ഒക്കെയുള്ള ആഹാരം കഴിച്ച് ശീലമേ ഇല്ല. അതിലെനിക്ക് യാതൊരു സന്തോഷവും ഇല്ല. എനിക്ക് വീട്ടിലെ വെറും ഉപ്പ് പോലും ഇല്ലാത്ത കഞ്ഞി ആയാലും വീട്ടിലേത് കിട്ടുന്നതാണ് സന്തോഷം. അപ്പം വേറെ ഏത് സാഹചര്യത്തിലായിരുന്നാലും ദൈവത്തെ കൊണ്ട് തൃപ്തരാകുന്ന ഒരനുഭവം. ദൈവം മാത്രം മതി, അല്ലാതെ വേറെ ഒന്നും വേണ്ട എന്ന ഒരവസ്ഥ. അതാണ് ഗോഡ് ഷേപ്ഡ് വാക്വം, ദൈവാകൃതിയിലുള്ള ശൂന്യത എന്നതുകൊണ്ട് അർത്ഥമാക്കിയത്. ആ ഒരു വാഞ്ച സ്വാഭാവികമാണ്. ഇറ്റ് ഈസ് നാച്ചുറൽ that man thirsts for God. Man longs for God. ദൈവത്തിന് വേണ്ടിയുള്ള ആഗ്രഹം, വാഞ്ച മനുഷ്യനിൽ പ്രകൃതിദത്തമാണ്. ദൈവം അത് പകർന്നിട്ടുള്ളതാണ്. സാത്താൻ അതിനെ പല നിലകളിൽ വഞ്ചിച്ചെടുക്കുന്നുണ്ട്. ലോകത്തിൽ നോക്കിക്കോളൂ, അധികം പേരും ഈശ്വര വിശ്വാസികളാണല്ലോ. അന്ത്യകാലത്ത് ഒത്തിരി പേര് നിരീശ്വരവാദികളാകുന്നുണ്ട്. നമ്മളത് ഇന്നലെയും പറഞ്ഞെന്ന് എൻ്റെ ഓർമ്മ, ഇന്നലെയോ മിനിയാന്നോ നമ്മളതേപ്പറ്റി പറഞ്ഞിരുന്നു. വിശ്വാസത്യാഗം, ദൈവനിഷേധികളായി മനുഷ്യർ മാറുക എന്നത് അന്ത്യകാലത്തിന്റെ ലക്ഷണങ്ങളിൽപ്പെട്ടതാണ്. അത് നിറവേറിയേ പറ്റൂ. സ്തോത്രം. ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ ചിന്തിച്ചിരുന്നത്. മുമ്പോട്ട് നമുക്ക് ഈ പട്ടണത്തോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ കൂടെ എഴുതിയിരിക്കുന്നത് അങ്ങനെ പ്ലെയിനായിട്ട് കണ്ടുപോകാം. നമ്മൾ ഏറ്റവും ഒടുവിൽ അതേ സംബന്ധിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നത് ഈ പട്ടണത്തിൻ്റെ ഗേറ്റ്സിനെ കുറിച്ചായിരുന്നു. ഇനി നമുക്കതിൽ നോക്കാനായിട്ടുള്ളത് ഇതിൻ്റെ അടിസ്ഥാനങ്ങളെ കുറിച്ച്, ഫൗണ്ടേഷൻസ്. ഈ പട്ടണത്തിൻ്റെ ഫൗണ്ടേഷൻസ്, പുതിയ യെരുശലേമിൻ്റെ 12 അടിസ്ഥാനങ്ങൾ ഉള്ളതായിട്ട് നാം 21-ാമത്തെ അധ്യായത്തിൽ തന്നെ കാണുന്നുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം നാം വായിച്ചു വന്ന ആ വേദഭാഗങ്ങൾ. 19 മുതൽക്കുള്ള വാക്യങ്ങളിൽ നാം അത് കാണുന്നുണ്ട്. 14-ലും ഉണ്ട്. സ്തോത്രം. 14-ാമത്തെ വാക്യത്തിലുമുണ്ട്. അത് 9 മുതൽക്കുള്ള വാക്യങ്ങളിൽ പട്ടണത്തിൻ്റെ അളവ്, വാതില്, ഗോപുരം, മതില്, അടിസ്ഥാനം എന്നിവയെക്കുറിച്ചെല്ലാം വിശദീകരിക്കുന്നു. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നത് 12 അടിസ്ഥാനം, അതിൽ കുഞ്ഞാടിൻ്റെ 12 അപ്പോസ്തലന്മാരുടെ പേര്. ഗോപുരങ്ങളിൽ
നമ്മൾ കണ്ടിരുന്നു 12-ാമത്തെ വാക്യത്തിൽ ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങളുടെയും പേര്. അതിൻ്റെ അർത്ഥം ഈ പട്ടണത്തിലെ നിവാസികൾ പഴയ നിയമ വിശുദ്ധന്മാരുടെയും പുതിയ നിയമ വിശുദ്ധന്മാരുടെയും സംഘങ്ങളാണ് എന്നതാണ്. 12 അപ്പോസ്തലന്മാരുടെ പേരുകളും അത് ദൈവസഭയുടെ, പുതിയ നിയമസഭയുടെ, പുതിയ നിയമ വിശുദ്ധന്മാരുടെ പ്രാതിനിധ്യം വഹിക്കുന്നു. അവരുടെ പേരുകളും 12 ഇസ്രായേൽ ഗോത്രങ്ങളുടെ പേരുകൾ അത് പഴയ നിയമ വിശുദ്ധന്മാരുടെ അല്ലെങ്കിൽ ഇസ്രായേലിനെ കാണിക്കുന്നു. രണ്ടിൻ്റെയും കൂടെ ഒരുമിച്ചുള്ള വാസം ഈ പുതിയ യെരൂശലേമിൽ ഉണ്ടാകും എന്നതിൻ്റെ സൂചനയാണത്. ഇപ്പൊ 12 അടിസ്ഥാനങ്ങൾ നാം കാണുന്നു. 12 രത്നങ്ങളാണ്, 12 രത്നക്കല്ലുകളാണ്, പ്രഷ്യസ് ജെംസ്. നാം അതിൻ്റെ എല്ലാറ്റിൻ്റെയും പേര് കാണുന്നുണ്ട്. ഒന്നാമത്തേത് ജാസ്പർ, അല്ലേ? ഒന്നാം അടിസ്ഥാനം സൂര്യകാന്തം. ഞാൻ ഇതൊന്നും കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടുള്ള രത്നങ്ങൾ പറയുന്നത് ചില ധനവാന്മാരുടെയൊക്കെ മോതിരത്തിലൊക്കെ ഇരിക്കുന്ന രത്നങ്ങൾ ഇങ്ങനെ ദൂരെ നിന്ന് കണ്ടിട്ടുണ്ട്. ഇച്ചിരി അടുത്തൊക്കെ കണ്ടിട്ടുള്ളത് ഇവിടെയൊക്കെ ചന്തയിലൊക്കെ വിൽക്കാൻ കിട്ടുന്ന ചില കൊച്ച് മന്ത്രവാദിയാണോ മജീഷ്യനാണോ എന്താ അവരെ വിളിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. അവരൊക്കെ ഇങ്ങനെ ഭാഗ്യക്കല്ലുകൾ കൊണ്ട് നടക്കുന്നത് കാണാം. ചിലരൊക്കെ ആണെങ്കിൽ മേടിച്ച് ഈ 5 വിരലേൽ വിടും. ചിലരാണെങ്കിൽ ഒന്നിലധികം മോതിരം ഒരു വിരലിൽ തന്നെ ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ചില ധനവാന്മാര്, പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിലൊക്കെ ആണെങ്കിൽ ചിലരുണ്ട് കിലോ കണക്കിന് സ്വർണം ധരിച്ചുകൊണ്ട് നടക്കുന്നവർ. എപ്പോഴും അങ്ങനെ നടക്കുന്നവരുണ്ട്, ചില പ്രത്യേക സമയങ്ങളിൽ മാത്രം അങ്ങനെ ധരിക്കുന്നവരുണ്ട്. രാഷ്ട്രീയ നേതാക്കളൊക്കെ ഉണ്ട് ഇവിടെ. അവരെക്കുറിച്ചൊക്കെ ചിലപ്പം TV-യിലും പേപ്പറിലും ഒക്കെ വരാറുമുണ്ട്. അതല്ലാതെ ഭാഗ്യക്കല്ലുകളെന്നും പറഞ്ഞ് വിൽക്കാൻ കൊണ്ട് നടക്കുന്നവരുണ്ട് ഇങ്ങനെ ചന്തസ്ഥലങ്ങളിലൊക്കെ. അപ്പം ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, അവസരം കിട്ടിയ ചോദിക്കാറുണ്ട്, ഇത്ര ഭാഗ്യക്കല്ല് നിങ്ങളുടെ ദാരിദ്ര്യം മാറും, നിങ്ങളുടെ കഷ്ടം മാറും, ഇതിലൊരെണ്ണം വിലക്കുറവിനാണ് എന്നൊക്കെ പറഞ്ഞ് കൊണ്ട് നടക്കുന്ന ഇവരിത് വിൽക്കാൻ നടക്കുന്നെങ്കിൽ ഒരു 3-4 ഇവരും എടുത്തിട്ടാൽ ഈ വിൽക്കാതെ കൊണ്ടു നടക്കാതെ ജീവിക്കാമായിരുന്നല്ലോ. മനസ്സിലായി കാണുമല്ലോ. അതിൽ നിന്ന് തന്നെ അതിൻ്റെ ഭാഗ്യമൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അത് പോട്ടെ. ഇപ്പൊ ഞാൻ കണ്ടിട്ടുള്ള കല്ലുകൾ, രത്നങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ളതേ ഉള്ളൂ എന്ന് ഒന്ന് പറഞ്ഞതു. അതുകൊണ്ട് എനിക്ക് കണ്ട അനുഭവങ്ങളൊന്നും ഇതിനെക്കുറിച്ചില്ല. വായിച്ച ചില അനുഭവങ്ങൾ മാത്രമാണ്, അല്ലെങ്കിൽ അറിവുകൾ മാത്രമാണ് ഈ വിഷയങ്ങളിൽ ഞാൻ പങ്കുവെക്കുന്നത്. അപ്പോൾ ഒന്നാമത്തേത് സൂര്യകാന്തം, ഇംഗ്ലീഷിൽ അതിനെ ജാസ്പർ എന്ന് വിളിക്കുന്നു. എ ക്രിസ്റ്റൽ ക്ലിയർ ഡയമണ്ട്, എ ക്രിസ്റ്റൽ ക്ലിയർ ഡയമണ്ട്, എ ബ്രൈറ്റ് ആസ് എ ട്രാൻസ്പെറന്റ് ഐസിസിൽ ഇൻ ദ സൺഷൈൻ. സൂര്യപ്രകാശത്തിൽ തിളങ്ങുന്ന, കണ്ണാടി പോലെ വളരെ ക്രിസ്റ്റലായിരിക്കുന്ന, കണ്ണാടി പോലെ ഇരിക്കുന്ന, വളരെ തിളക്കമുള്ള ഒരു കല്ലാണ് ഈ സൂര്യകാന്തം. സൂര്യപ്രകാശത്തിൽ അത് ജ്വലിക്കും. രണ്ടാമത്തേതാണ് സഫയർ. മലയാളത്തിൽ നാം അതിനെ കുറിച്ച് കാണുന്നത് നീലരത്നം. അതിനെപ്പറ്റി കാണുന്നത് എ സാഫിയർ, എ ബ്ലൂ ഒപാക് സ്റ്റോൺ വിത്ത് ഗോൾഡ് സ്പെക്സ്.
അതിൻ്റെ പേരിൽ നിന്ന് തന്നെ അതിൻ്റെ നിറം നമുക്ക് മനസ്സിലാക്കാം. അതിൽ നിന്ന് സുവർണ കിരണങ്ങൾ പുറപ്പെടുന്ന നീലക്കല്ല്. ഇതൊന്നും കണ്ടിട്ടുള്ള ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനിയും രത്നവ്യാപാരികൾ പോലും ഇതെല്ലാം ഈ നിലയിൽ കണ്ടിട്ടുണ്ടാകുമോ എന്നും എനിക്ക് സംശയമുണ്ട്. ഏതായാലും ഇതേക്കുറിച്ചൊക്കെ പറയുന്നത് ഭൂമിയിലെ നിലപാടുകൾ വെച്ച് ഈ നഗരത്തിൻ്റെ മൂല്യം, അതിൻ്റെ ശോഭ, അതിൻ്റെ സൗന്ദര്യം, അതിൻ്റെ തേജസ് ഒക്കെ വർണ്ണിക്കുന്നതിന് വേണ്ടിയാണ്. ഭൂമിയിലെ നിലപാടുകൾ വെച്ച്, സ്വർഗത്തിലേത് വെച്ച് ഇതിനൊന്നിനും യാതൊരു മൂല്യങ്ങളുമില്ല. കാരണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ ഒറ്റ വാക്കിന് മുമ്പിൽ ഉളവായി വന്നതാണ് ഈ വസ്തുക്കളെല്ലാം. ഇതിനൊന്നിനും വേണ്ടി ദൈവത്തിന് പ്രത്യേകിച്ചും മുതലുമുടക്കൊന്നും ഇല്ല. എന്നാൽ ഇതെല്ലാം മൂല്യവത്താകുന്നത് ഭൂമിയിൽ ഉള്ള താരതമ്യത്തിലാണ്. സ്തോത്രം. ഇന്ന് നമുക്ക് ഇങ്ങനെയൊന്നുമുള്ള രത്നങ്ങളും കല്ലുകളും ഒന്നും കാണാൻ പോലും കിട്ടിയിട്ടില്ലെങ്കിലും ഇവയൊക്കെ കൊണ്ട് ഉണ്ടാക്കപ്പെട്ട ഒരു ഭവനത്തിൽ പാർക്കും എന്ന ഒരു താല്പര്യം മനസ്സിൽ ഉണ്ടാകുന്നത് പോലും ഒരു വലിയ കാര്യമാണ്. എന്നാൽ അവിടം കൊണ്ട് നിൽക്കരുതെന്നാണ് നമ്മൾ പഠിക്കുന്നതും നമ്മൾ പഠിപ്പിക്കുന്നതും. സ്തോത്രം. അപ്പം നീലരത്നം. മൂന്നാമത്തേത് മാണിക്യമാണ്. മൂന്നാമത്തേത് chalcedony, a sky blue stone and strips of other colors running through it. Sky blue stone, ആകാശ നീല വർണ്ണം, അതിൽ മറ്റെല്ലാ നിറങ്ങളുടെയും സങ്കലനം ഉണ്ടത്രേ. അവിടെ നിന്ന് നമുക്കൊത്തിരി നിന്ന് വ്യാഖ്യാനിക്കേണ്ടതില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നാലാമത്തേത് മരതകം. നാലാമത്തേത് എമറാൾഡ്, എ ബ്രൈറ്റ് ഗ്രീൻ സ്റ്റോൺ, വളരെ വർണ്ണ്യമായ പച്ച നിറത്തിലുള്ള അല്ലെങ്കിൽ പച്ച പ്രശോഭനം നൽകുന്ന കല്ലിനെയാണ് ഇവിടെ നാലാമതായിട്ട് നാം കാണുന്നത്, മരതകം. അഞ്ചാമത്തേത് നഖവർണി, ഫിഫ്ത്ത് വൺ, സാർഡോണിക്സ്, എ വൈറ്റ് സ്റ്റോൺ വിത്ത് ലെയേഴ്സ് ഓഫ് റെഡ്, ചുമല ലെയറുകളുള്ള, തട്ടുകളുള്ള ഒരു വെളുത്ത കല്ല്. എ ബ്രൈറ്റ്, എ വൈറ്റ് സ്റ്റോൺ വിത്ത് ലെയേഴ്സ് ഓഫ് റെഡ്. വെള്ളക്കല്ലാണ്, എന്നാൽ അതിൽ ചുമല തട്ടുകൾ പോലെ അതിൽ കാണാം. ആറാമത്തേത് ചുവപ്പ് കല്ല്, സിക്സ്ത് വൺ, സാർഡിയസ്, എ ഫയറി റെഡ് സ്റ്റോൺ, പേര് പോലെ തന്നെ തീ നിറത്തിലുള്ള ചുവന്ന കല്ല്. എന്നാൽ അതിൻ്റെയൊക്കെ റേഡിയസ് ആണ് മനുഷ്യനെ ആകർഷിക്കുന്നത്. അതിൻ്റെയൊക്കെ ആ ഒരു പ്രജ്വലിതമായ തേജസ്. വെറും നിറങ്ങളായി മാത്രം ഇതിനെ കാണരുത്, അതിൻ്റെ ആ ഒരു പ്രസരിപ്പുണ്ട്. ഏഴാമത്തേത് പീതരത്നം. ഏഴാമത്തേത് ക്രിസോലൈറ്റ്, എ ട്രാൻസ്പെറന്റ് ഗോൾഡൻ യെല്ലോ സ്റ്റോൺ, എ ട്രാൻസ്പെറന്റ് ഗോൾഡൻ യെല്ലോ സ്റ്റോൺ.
അപ്പുറവും ഇപ്പുറവും കാണാവുന്ന സുതാര്യമായ സ്വർണ്ണ നിറത്തിലുള്ള മഞ്ഞക്കല്ലാണ് ഈ പറഞ്ഞത്. എട്ടാമത്തേത് ഗോമേദകം. അത് കൂടുതൽ നമ്മളൊക്കെ കേട്ടിട്ടുള്ള ഒരു പേരാണ്. എട്ടാമത്തേത് ബെറിൽ, എ സീ ഗ്രീൻ സ്റ്റോൺ, കടലിന്റെ പച്ച നിറമുള്ള കല്ല്, കടൽ പച്ച നിറമുള്ള കല്ല്. ഒൻപതാമത്തേത് പുഷ്യരാഗം, 9th one, topaz, a transparent golden green stone. അതും അപ്പുറവും ഇപ്പുറവും കാണാവുന്നതാ, സുതാര്യമാണ് ആയിട്ടുള്ള ഒരു ഗോൾഡൻ ഗ്രീൻ സ്റ്റോൺ, സുവർണ നിറത്തിലുള്ള അല്ലെങ്കിൽ സ്വർണം കലർന്ന പച്ച നിറത്തിലുള്ള കല്ല്. ചിലപ്പോൾ നമുക്കൊക്കെ ഭാവന കാണാൻ പോലും പ്രയാസമുള്ള നിറങ്ങളായിരിക്കും ഇതൊക്കെ. അതും സാധാരണപ്പെട്ടവർക്ക് ഈ നിറങ്ങളും കാര്യങ്ങളൊന്നും പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും തോന്നുകയും ഇല്ലായിരിക്കും. അടുത്തതാണ് 9ാമത്തേത് പുഷ്യരാഗം. ഗോമേദകം കഴിഞ്ഞു, 9ാമത്തേത് കഴിഞ്ഞു, ടോപ്പാസ് കഴിഞ്ഞു. 10ാമത്തേത് അതാണ് ക്രൈസോപ്രാസസ്. 10ാമത്തേത് വൈഢൂര്യം. വൈഢൂര്യം. അപ്പം ക്രൈസോപ്രാസസ്, എ ബ്ലൂ ഗ്രീൻ സ്റ്റോൺ, നീലയും പച്ചയും കൂടെ കലർന്ന കല്ലാണത്. 11ാമത്തേത് പത്മരാഗം. 11 ജാസിന്ത്, എ വയലറ്റ് സ്റ്റോൺ, വയലറ്റ് നിറത്തിലുള്ള കല്ല്. 12ാമത്തേത് സുഗന്ധിരത്നം. 12th foundation is amethyst, a flashing purple stone. അതും പർപ്പിൾ കളർ നിറത്തിലുള്ളത്. അപ്പൊ ഇങ്ങനെ പല നിറങ്ങളുടെ നിറക്കൂട്ടുകൾ വളരെ ശോഭ കലർത്തുന്നത്, തന്നിൽ തന്നെ ശോഭിക്കാൻ, പ്രത്യേകിച്ച് പ്രകാശകിരണങ്ങൾ അതിലേക്ക് വന്നാൽ ശോഭിക്കാൻ കഴിയുന്നത്. കുറഞ്ഞപക്ഷം നമുക്കൊക്കെ നമ്മുടെയൊക്കെ വണ്ടികളിൽ, റോഡിലെ ഡിവൈഡറുകളിലും ഒക്കെ ഒട്ടിച്ചിരിക്കുന്ന റേഡിയം അറിയാം. വെറും സാധാരണ ഒരു പേപ്പർ പോലെ നമുക്ക് തോന്നും, പല നിറത്തിലുണ്ട്. എന്നാൽ അതിലേക്ക് വെട്ടമടിക്കുമ്പോൾ അതിൽ നിന്നും പ്രകാശം പുറത്തു വരുന്നത് നമുക്ക് കാണാം. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ വളരെയധികം മടങ്ങുകൾ പ്രകാശം, അതും വളരെ ഹൃദ്യമായ, ആകർഷകമായ, മോഹനമായ പ്രകാശകിരണങ്ങൾ പല നിറത്തിലുള്ളത് പുറപ്പെടുവിക്കുന്ന രത്നങ്ങളാണ്, കല്ലുകളാണ്, ജെംസ് ആണ് ഇവിടെ ഈ 12 അടിസ്ഥാനങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിനൊന്നിനും ഒരു ഫിക്സ്ഡ് റേറ്റ് ആയിട്ട് ഇത്ര രൂപയാണ് ഇതിനെന്ന് ഒരു വിലയില്ല. ഓരോരുത്തരുടെയും മോഹത്തിനനുസരിച്ച്, ആഗ്രഹത്തിനനുസരിച്ച് അതിന് വില കൊടുത്ത് വാങ്ങുകയാണ്. ഒത്തിരി സാധനങ്ങൾ ഈ ലോകത്തിലുണ്ട് അങ്ങനെ മോഹവില കൊടുത്ത് വാങ്ങുന്നത്. എനിക്കത് സ്വന്തമാക്കണം, അതിനെന്തും മുടക്കാൻ ഞാൻ തയ്യാറാണ്.
ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ചില വണ്ടികൾക്ക് രജിസ്ട്രേഷൻ നമ്പർ എടുക്കുന്നത്, RTO ഓഫീസുകൾ തന്നെ ചില നമ്പറുകൾ വെറുതെ അലോട്ട് ചെയ്യില്ല, കൊടുക്കില്ല. ഇപ്പൊ ചിലർക്കുണ്ട് ഒറ്റ സംഖ്യ വേണം. ഞാനൊരു വണ്ടി എടുത്തു, എനിക്ക് ആഗ്രഹമുണ്ട് 1 എന്ന നമ്പർ അതിന് വേണമെന്ന്. ചിലരുണ്ട് 7. അങ്ങനെ പല നമ്പറുകൾ പലർക്കും വേണം. അപ്പോൾ അങ്ങനെ മനുഷ്യർ കൊതിക്കുന്ന ചില നമ്പറുകളുണ്ട്. അതിനുവേണ്ടി RTO അല്ലെങ്കിൽ നമ്പർ ഒക്കെ ഇഷ്യൂ ചെയ്യുന്ന ഏജൻസികൾ ചിലതാണെങ്കിൽ ലേലം വെച്ചിട്ടുണ്ട്. ഒരേ നമ്പറിന് പല അവകാശികൾ, പല ആവശ്യക്കാർ വരികയാണെങ്കിൽ ലേലം വെക്കും. കടുത്ത ലേലം വിളി നടക്കും. കടുത്ത ലേലം വിളി നടക്കും. അങ്ങനെ ഒത്തിരി പൈസ കിട്ടും. അപ്പം അത് മേടിക്കുന്നത്, ആ നമ്പർ എടുക്കുന്നത് ഓരോരുത്തരുടെ മോഹം വെച്ച, ആഗ്രഹം വെച്ച. അതിനല്ലാതെ ഒരു ഫിക്സ് എമൗണ്ട് ഇല്ല. ഒരു ഫിക്സ് എമൗണ്ട് ഇല്ല. അപ്പം അങ്ങനെയാണ് അതിൻ്റെ വില വർദ്ധിക്കുന്നത്. അതിൻ്റെ മുടക്കുമുതലിനേക്കാൾ കൂടുതൽ അതിന് വില വരുന്നു. അങ്ങനെ പല സാധനങ്ങളും ഇവിടെ അങ്ങനെയുള്ള ഒരു സൂചനയാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. 12 അടിസ്ഥാനങ്ങൾ, 12 തരം വിലയേറിയ കല്ലുകൾ അഥവാ രത്നങ്ങൾ കൊണ്ടുണ്ടാക്കപ്പെട്ടിരിക്കുന്നു. സ്വർഗം, പുതിയ യെരൂശലേം, വിശുദ്ധന്മാര് ദൈവത്തോടൊപ്പം, അല്ലെ ദൈവം വിശുദ്ധന്മാരോടൊപ്പം പാർക്കുന്ന ആ സ്ഥലം ഏറെ മോഹനമാണ് എന്ന് കാണിക്കുകയാണ് ഇവിടെ. ഭൂമിയിലുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പുതിയ യെരൂശലേമിന്റെയോ നിത്യതയുടെയോ ഒരു പൂർണ്ണ രൂപം നമുക്ക് ഈ അധ്യായങ്ങളിൽ ഇല്ല. നമ്മൾ ഇവിടെ പഠിക്കുന്ന, ഇവിടെ വായിക്കുന്ന അതാണ്, അത്രയുമേ ഉള്ളൂ പുതിയ യെരൂശലേമെന്നോ നിത്യതയെന്നോ ആരും കരുതരുത്. നമ്മുടെ ദൃഷ്ടികൾക്കും നമ്മുടെ മനസ്സുകൾക്കും മറഞ്ഞിരിക്കുന്ന ധാരാളം കാര്യങ്ങൾ ഇനിയും അവിടെ ഉണ്ടാവും. നമുക്കതേക്കുറിച്ച് അറിയില്ല. അത് പറഞ്ഞാലും നമുക്ക് ഗ്രഹിക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് കർത്താവ് അത് നമ്മോട് അറിയിക്കാതെ വെച്ചിരിക്കുന്നുവെന്ന് മാത്രം. നമ്മൾ ധാരാളം പ്രാവശ്യം വായിച്ചിട്ടുള്ളതുപോലെ ആവർത്തനം 29 അവസാനത്തെ വാക്യത്തിൽ പറയും പോലെ മറഞ്ഞിരിക്കുന്ന പലതും ദൈവിക വിഷയങ്ങളിൽ ഇനിയുമുണ്ട്. അവയെ നാം മനസ്സിലാക്കുന്നത് അങ്ങ് കർത്താവിൻ്റെ രാജ്യത്തിൽ എത്തിക്കഴിഞ്ഞ് മാത്രമായിരിക്കും. അതുകൊണ്ട് ഈ പുതിയ യെരൂശലേമെന്നും നിത്യതയെന്നും ഉള്ളത് എങ്ങനെയുള്ള സ്ഥലം എന്ന് നാം ഇതിന് ശേഷം ഒന്ന് പഠിക്കുന്നുണ്ട്. അതിലുണ്ട് ഇറ്റ് വിൽ ബി എ പ്ലേസ് ഓഫ് ലേണിംഗ് എന്ന്. നമ്മൾ പലതും പഠിക്കുന്ന ഒരു സ്ഥലവും കൂടെ ആയിരിക്കും ഇത് എന്ന് വെച്ചാൽ ഇന്ന് നമുക്ക് വെളിപ്പെട്ട് കിട്ടിയിട്ടില്ലാത്ത നിത്യതയെ സംബന്ധിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് അവിടെ ചെന്ന് പഠിക്കാം, മനസ്സിലാക്കാം എന്ന് സാരം. വേഴ്സ് നമ്പർ
12 പ്ലീസ്. 12ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? അതിന് പൊക്കമുള്ള വൻമതിലും 12 ഗോപുരവും ഗോപുരങ്ങളിൽ 12 ദൂതന്മാരും ഉണ്ട്. ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങളുടെയും പേർ കൊത്തിയിട്ടും ഉണ്ട്. സ്തോത്രം. ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങളുടെ പേര് ഗോപുരങ്ങളിൽ കൊത്തിയിട്ടുണ്ട്. ആ ഗോപുരങ്ങളിൽ 12 ദൂതന്മാരുമുണ്ട്. 12 ദൂതന്മാരും. അവരാരൊക്കെയാണെന്നോ ഒന്നും നമുക്ക് ഇവിടെ നിന്നും മനസ്സിലാകുന്നില്ല. അതിനി ആരൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകിച്ച് ശ്രമങ്ങൾ നടത്തേണ്ടതുണ്ടെന്നും എനിക്ക് തോന്നുന്നില്ല. അവര് അവിടെ ഉണ്ട് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് 12 ദൂതന്മാരവിടെ ഉണ്ടാവും. നമ്മൾ നേരത്തെ കണ്ടതുപോലെ സ്വർഗത്തിൽ ആരൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഈ പുതിയ യെരുശലേമിൽ ആരൊക്കെ ഉണ്ടാവും എന്ന് നോക്കിയപ്പോൾ നാം അന്ന് കണ്ടിരുന്നല്ലോ. പാട്ടുകാരനും പാടുന്നത് പോലെ ദൈവമുണ്ട്, അങ്ങ് പുത്രനുണ്ട്, ദൂതരുണ്ട്, ദൈവദൂതരുണ്ട്. അതിൽ ഇസ്രായേൽ ഗോത്രങ്ങൾ 12ന്റെയും പേരുകൾ കൊത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ 14ാമത്തെ വാക്യവും 14 ഓൾസോ. നഗരത്തിന്റെ മതിലിന് 12 അടിസ്ഥാനവും അതിൽ കുഞ്ഞാടിന്റെ 12 അപ്പോസ്തലന്മാരുടെയും 12 പേരും ഉണ്ട്. അവിടെ 12 അടിസ്ഥാനങ്ങൾ, the foundations. അതിൽ 12 അപ്പോസ്തലന്മാരുടെ പേരുകളുണ്ട്. അതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത് God is not despising the Old Testament saints in this New Jerusalem. The chosen ones, the tribes or the very nation Israel chosen for channelizing God's salvation for the whole world, are not despised in this new city. They have a deserving position in the eternity. So 12 names of the Old Testament, Israelites, tribes, and the New Testament apostles means in eternity, both the saints of the Old Testament and the New Testament will be there in God's presence. It will be a united place of both Old and the New Testament saints. Each will get his or her deserving position, individually as well as institutionally. Israel as an institution or as a nation, church as an institution, both collectively will have a worthy acceptance, so also every individual will have.
That is the meaning of having their names encrypted or written on the foundations as well as on the walls or gates. മനസ്സിലാക്കാണല്ലോ. പഴയ നിയമ വിശുദ്ധന്മാർക്കും പുതിയ നിയമ വിശുദ്ധന്മാർക്കും പങ്കാളിത്വം ഒരുപോലെ ഈ പട്ടണത്തിലുണ്ടെന്ന് ഇവർ രണ്ടു കൂട്ടരുടെയും പേരുകൾ കൊത്തിവെച്ചിരിക്കുന്നതിനാൽ മനസ്സിലാക്കാം. മുഴു ലോകത്തിൻ്റെയും രക്ഷയ്ക്ക് വേണ്ടി മശിഹായെ ലോകത്തിലേക്ക് പ്രവേശിപ്പിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത സംഘമാണ്, സമൂഹമാണ്, ജാതിയാണ് ഇസ്രായേൽ. സ്തോത്രം. ഫൈൻ. അപ്പോൾ ഇസ്രായേലിന് എക്കാലത്തും ദൈവസന്നിധിയിൽ ഒരു മാന്യതയും വിലയുമുണ്ട്. അത് നിത്യതയിലും ഉണ്ടാകും. ഇടക്കാലത്ത് തീർച്ചയായും അവർ പാപം ചെയ്തു, മത്സരികളായി, മശിഹായെ കൈക്കൊണ്ടില്ല, മശിഹായെ ക്രൂശിച്ചു കൊല്ലാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു, ഒക്കെ ശരിയാണ്. പക്ഷേ ദൈവം അവരെ എന്നേക്കുമായിട്ട് തള്ളിക്കളഞ്ഞിട്ടില്ല. 11:40 ഹീബ്രൂസ്, എബ്രായർ 11:40 കൂടെ ഒന്ന് വായിച്ചോളൂ. അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരുന്നു. അവർ പഴയ നിയമ വിശുദ്ധന്മാർ നമ്മെ കൂടാതെ, നാം പുതിയ നിയമ ദൈവസഭ. ഇപ്പോൾ പഴയ നിയമ വിശുദ്ധന്മാർ പുതിയ നിയമസഭയെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കുന്നില്ല. അതിന് മറുഭാഗമോ, നമ്മോട് കൂടെ അവർക്ക് രക്ഷാപൂർത്തി പ്രാപിക്കുവാൻ ദൈവം വഴി ഒരുക്കിയിരിക്കുന്നു എന്നത്രേ. നമ്മോടൊപ്പം അവർക്കും ദൈവസന്നിധിയിൽ പ്രവേശനവും മാന്യതയും ഒക്കെ ഉണ്ടെന്നർത്ഥം. എന്നാൽ നമുക്ക് വേണ്ടി അതിലും ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരുന്നു. മോശയിലൂടെയും അബ്രഹാമിലൂടെയും ഒക്കെ സാധാരണ ഒരു ഇസ്രായേലിയ പൗരൻ പ്രാപിക്കുന്നതിനേക്കാൾ ഏറെ അധികമാണ് ക്രിസ്തുയേശുവിലൂടെ നാം പ്രാപിക്കുന്നത് എന്നർത്ഥം. അതിൻ്റെ അർത്ഥം അവർക്കില്ല എന്നുള്ളതല്ല, അവരും നമ്മോടൊപ്പം കർത്താവിൻ്റെ സന്നിധിയിൽ ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ അതാണ് ഈ 12 ഗോത്രങ്ങളുടെയും 12 അപ്പോസ്തലന്മാരുടെയും പേരുകൾ എഴുതി വച്ചിരിക്കുന്നു അല്ലെങ്കിൽ കൊത്തിവെച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ അർത്ഥമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. പിന്നെ നമ്മൾ കാണുന്നത് ഈ 12 അടിസ്ഥാനങ്ങൾ. ഈ അടിസ്ഥാനങ്ങൾ 21-ന്റെ 14, 19, 20 വാക്യങ്ങൾ കാണുന്നത് പോലെ പുതിയ നിയമ അപ്പോസ്തലന്മാരുടെ പേരുകൾ കൊത്തിവെച്ചിരിക്കുന്നു. അതിനുശേഷം നമ്മൾ കാണുന്നത് സ്ട്രീറ്റ്സിനെ കുറിച്ചാണ്. അവിടുത്തെ നഗരവീഥികൾ നമുക്കേറെ പരിചയമുള്ളതാണ്, വിശദീകരിക്കേണ്ട ആവശ്യമില്ല. വീഥി 21-ന്റെ 18, 21:18. മതിലിന്റെ പണി സൂര്യകാന്തവും നഗരം സ്വച്ഛ സ്ഫടികത്തിനൊത്ത തങ്കവും ആയിരുന്നു.
21. 12 ഗോപുരവും 12 മുത്ത്, ഓരോ ഗോപുരം ഓരോ മുത്തുകൊണ്ടുള്ളതും നഗരത്തിന്റെ വീഥി സ്വച്ഛ സ്ഫടികത്തിന് തുല്യമായ തങ്കവും ആയിരുന്നു. ഈ 2 വാക്യങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പുതിയ യെരുശലേമിന്റെ വീഥികൾ സ്വച്ഛ സ്ഫടികത്തിനൊത്ത തങ്കം. സ്വച്ഛ, ഈ വാക്യം നമ്മൾ നേരത്തെ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. സ്വച്ഛ സ്ഫടികം എന്ന് പറഞ്ഞാൽ നല്ല കണ്ണാടി, സ്ഫടികം, ഗ്ലാസ്, കണ്ണാടി. ഒറ്റ വാക്കിൽ ട്രാൻസ്പെറന്റ് ഗോൾഡ്. അപ്പുറവും ഇപ്പുറവും കാണാൻ കഴിയുന്ന സുതാര്യമായ കണ്ണാടി പോലെയുള്ള തങ്കം. ഈ ലോകത്തിലെ സ്വർണ്ണപ്പണിക്കാർ പോലും അങ്ങനെ ഒരു തങ്കത്തെക്കുറിച്ച് കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. അതെങ്ങനെ ഇരിക്കും എന്നൊന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. നമ്മൾ കാണുമല്ലോ. ഇപ്പൊ ട്രാൻസ്പെറന്റ് ഗോൾഡും കൊണ്ടുള്ള വീഥികൾ, സുതാര്യമായ തനി തങ്ക നിർമ്മിതമായ റോഡുകളുള്ള ഒരു നഗരം. നമുക്ക് ഭാവന കാണാൻ കഴിയുമെങ്കിൽ ഭാവന കണ്ടോളൂ. സ്തോത്രം. അതുപോലെ 18-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത് നഗരം തന്നെ തങ്കമാണ്. അപ്പോൾ നഗരവും നഗരവീഥികളും ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് മറയില്ലാത്ത സുതാര്യമായ കണ്ണാടി പോലെയുള്ള തങ്കം കൊണ്ടാണ്. സ്തോത്രം. അവിടെ പ്രത്യേകിച്ച് മറയ്ക്കുവാനായിട്ട് ഒന്നുമില്ല. നത്തിങ് ടു ഹൈഡ്. എവറിത്തിങ് ഈസ് വൈഡ് ഓപ്പൺ, എക്സ്പോസ്ഡ്. സ്തോത്രം. 1 യോഹന്നാൻ 1-ാം അധ്യായത്തിൽ പറയുന്നത് നമുക്കറിയാമല്ലോ. ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല. ദൈവത്തിൽ എന്താണ് പറയുന്നത്? രഹസ്യമയമായി വെക്കേണ്ട, മറച്ചു വെക്കേണ്ടതൊന്നുമില്ല. അപ്പോൾ ചിലപ്പോൾ ചിന്തിക്കും, മുമ്പേ പറഞ്ഞതുമായിട്ട് യോജിക്കുന്നില്ലല്ലോ ഇത്. നമുക്ക് വെളിപ്പെട്ടിട്ടില്ലാത്ത പലതും ദൈവത്തിൽ ഉണ്ടാവുമെന്നും അത് നമ്മൾ അവിടെ ചെന്ന് അറിയൂ എന്നും പറഞ്ഞത് ഇതുമായിട്ട് വൈരുദ്ധ്യമുള്ളതല്ല. ദൈവീക വിഷയങ്ങളുടെ മർമ്മങ്ങൾ സാധാരണ മനസ്സിന് മനസ്സിലാക്കാൻ കഴിയാതെ ഉള്ളത് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാകുമെന്നാണ് ആ പറഞ്ഞത്. ഈ ഭൂമിയിൽ നമ്മളായിരിക്കുമ്പോൾ നമുക്ക് മറഞ്ഞിരിക്കുന്ന പല ദൈവിക മർമ്മങ്ങളും ഉണ്ടത്രേ. അത് നമുക്ക് അവിടെ ചെന്നിട്ട് പഠിക്കാം, അങ്ങ് ചെന്നിട്ട് പഠിക്കാം. എന്നാൽ ഇപ്പോൾ പറഞ്ഞത് അവിടെ ഒന്നും മറച്ചു വെക്കാൻ ഇല്ല എന്ന് പറഞ്ഞാൽ രഹസ്യമയമായി സൂക്ഷിക്കേണ്ടത്, വെളിച്ചത്തു വന്നാൽ ദൈവത്തിന് നാണിച്ചു പോകേണ്ടതായ അങ്ങനെയുള്ള ഇരുട്ടത്ത് സൂക്ഷിച്ചു വെക്കേണ്ട യാതൊന്നും അവിടെ ഇല്ല. ദൈവം വെളിച്ചമാണ്. സ്തോത്രം. അവനിൽ ഇരുട്ട് ലേശമില്ല. അതാണ് നാം ആ ഭാഗങ്ങളിൽ കാണുന്നത്. അപ്പോൾ വീഥി സ്വച്ഛ സ്ഫടിക തുല്യ തങ്ക നിർമ്മിതമാം. സ്തോത്രം. അല്പകാലം മാത്രം ഈ ഭൂവിലെ വാസം എന്ന പാട്ടിൽ നമ്മൾ പാടാറുണ്ടല്ലോ. അത് ആ നഗരത്തിലേക്ക് എത്താൻ കുഞ്ഞാടതിൻ്റെ ആകർഷണം ഇതുവരെ ആർക്കെങ്കിലും ആയിട്ടില്ലെങ്കിൽ കുറഞ്ഞപക്ഷം ഈ ഗോപുരങ്ങളും ഈ വീഥികളും അവിടുത്തെ പണികളുമെങ്കിലും മനുഷ്യരെ ഒന്ന് ആകർഷിക്കട്ടെ. സ്തോത്രം. അവയെല്ലാം നമ്മുടെ ആകർഷണമാകേണ്ടത്
കുഞ്ഞാടാണ്. അവിടുത്തെ ഏറ്റവും വലിയ ശോഭ, ഏറ്റവും വലിയ വില. അവിടെയുള്ള ദൂതന്മാരും ദൈവപിതാവും പരിശുദ്ധാത്മാവും പോലും ഊന്നൽ കൊടുക്കുന്നത്, പ്രാധാന്യം കൊടുക്കുന്നത് അറുക്കപ്പെട്ട കുഞ്ഞാടായ ക്രിസ്തുവേശുവിനായിരിക്കും. അതുകൊണ്ട് നമുക്കും ക്രിസ്തുവിന് തന്നെ മുൻഗണന കൊടുത്തുകൊണ്ട്, ക്രിസ്തുവിനെ തന്നെ നാം നമ്മുടെ സ്വന്തമായി കൊതിച്ചുകൊണ്ട്, കർത്താവിനെ മുഖാമുഖം കാണുവാനുള്ള വാഞ്ചയോടെ മുൻപോട്ട് പോകാം. നാളെ വൈകും വരെ അത് സംഭവിക്കുന്നില്ലെങ്കിൽ നമുക്ക് വീണ്ടും കൂടാം. അല്ലെങ്കിൽ നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നേരിൽ കണ്ട് നമ്മുടെ കർത്താവിനോട് മാറോടിച്ചാരുവാൻ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.